ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ ഒരു വർക്ക്ഷോപ്പ് പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ക്രിസ് ക്രോസ് 3 ഡിജിറ്റ് നമ്പർ ആയിരുന്നു. അപ്പോൾ 3 ഡിജിറ്റ് ഇങ്ങനെ 1, 2, 3 ഡിജിറ്റ് മൾട്ടിപ്ലൈ ബൈ 3 ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്? ആദ്യം ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഇത് 2 നമ്പറും കൂടി നമ്മൾ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ എൻഡിലത്തെയും ഈ എൻഡും പിന്നെ നടുക്കും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എങ്ങനെ ചെയ്താൽ മനസ്സിലാവില്ല. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ വേറെ ചെയ്യാം. ഓക്കെ, 1, 2, 3, 1, 2, 3. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിന് സെക്കൻഡ് സ്റ്റെപ്പ് വരുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് 2 നമ്പേഴ്സിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ തേർഡ് സ്റ്റെപ്പ് എന്താ വരുന്നത്? ഈ ലാസ്റ്റത്തെയും ഈ എൻഡിലത്തെ ലാസ്റ്റത്തെയും ഇത് ഇങ്ങനെ ചെയ്യുക, ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ സെൻറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 സ്റ്റെപ്പായി. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? നാലാമത്തെ സ്റ്റെപ്പാണ് നടുവിലത്തെയും ഈ കോർണറും കൂടി. ഇത് നാലാമത്തെ സ്റ്റെപ്പ്. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ 1, 2, 3, 4, 5 ഇതാണ് 5 സ്റ്റെപ്പ് നമ്മൾ പറയണത്. അപ്പോൾ നമുക്കൊരു നമ്പർ ഇട്ടിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 3, 2, 1 മൾട്ടിപ്ലൈ ബൈ 1, 1, 2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് 2 നമ്പേഴ്സ് ഞാൻ 1 × 2 1 മൾട്ടിപ്ലൈ ബൈ 2. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? 1 × 1 ആൻഡ് 2 × 2. അപ്പോൾ 1 × 1 പ്ലസ് 2 × 2. ഇവിടെ നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടി 2. ഇവിടെ 1 × 1 is 1 പ്ലസ് 2 × 2 is 4. സോ 4 + 1 is 5. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ 1ഉം ഈ 1ഉം പിന്നെ ഈ 3ഉം ഈ 2ഉം പിന്നെ ഈ 2ഉം ഈ 1ഉം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ആദ്യം ഇങ്ങനെ എടുത്താൽ നോക്കാം. സോ 3 × 2 മൾട്ടിപ്ലൈ ബൈ 1 × 1 പ്ലസ് 2 × 1. ഓക്കെ, 3 × 2 മൾട്ടിപ്ലൈ ബൈ 1 × 1 പ്ലസ് 2 × 1. അപ്പോൾ അങ്ങനെ 3 എണ്ണമായി. അപ്പോൾ 3 2s are 6, 1 1s are 1, 2 1s are 2. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 6 + 1 7, 7 + 2 is 9. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ലാസ്റ്റ് നമ്പർ 2 × 1 ആൻഡ് 3 × 1. സോ 2 × 1 പ്ലസ് 3 × 1. ദാറ്റ് ഈസ് 2 1s are 2, 3 1s are 3. സോ 2 + 3 is 5. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 3 × 1. സോ 3 × 1 ദാറ്റ് ഈസ് 3. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി? ഈ 2 നമ്മൾ ആദ്യം ഇവിടെ എഴുതണം. ലാസ്റ്റ് 2, അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് 5, അതിൻ്റെ അപ്പുറത്ത് 9, അതിൻ്റെ അപ്പുറത്ത് 5, ലാസ്റ്റ് 3. അപ്പോൾ 3 5 9 5 2 ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? ഇനി ഒരു നമ്പറും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ലൈറ്റ് ഇവിടെ ഇത്തിരി കുറവാണ്. ഓക്കെ, ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. കുറച്ചും കൂടി ക്ലിയർ ആവും. ദാറ്റ് ഈസ് 4 0 1 മൾട്ടിപ്ലൈ ബൈ 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യാം 1 × 3 ദാറ്റ് ഈസ് 3. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? 1 × 2 ആൻഡ് 0 × 3 അല്ലേ? 1 × 2 പ്ലസ് 0 × 3. സോ 1 × 2 is 2 പ്ലസ് 0 × 3 is 0. സോ യുവർ ആൻസർ ഈസ് 2. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? 1 × 1 4 × 3 ആൻഡ് 0 × 2. അപ്പോൾ 1 × 1 പ്ലസ് 4 × 3 പ്ലസ് 0 × 2. അപ്പോൾ ഇവിടെ ആൻസർ എത്രയായി? 1 1s are 1 പ്ലസ് 4 3s are 12 പ്ലസ് 2 0s are 0. സോ യുവർ ആൻസർ ഈസ് 13. 1 3 13. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 0 and 1 4 and 2. So 0 × 1 plus 4 multiplied by 2 that is equal to 0 1s are 0 plus 4 2s are 8. So your answer is 8. Last step എന്താണ്? 4 × 1 that is equal to 4. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കി, ആദ്യം 3 കിട്ടി, പിന്നെ 2 കിട്ടി, അത് കഴിഞ്ഞാൽ ഇവിടെ 13 കിട്ടിയിരിക്കുന്നത്. 1 and 3 13. അപ്പോൾ നമുക്ക് 13 ഒരുമിച്ച് എഴുതാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ഒരു 3 മാത്രം എഴുതും. 1 ഇവിടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഈ 1 ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ 1 + 8 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വിൽ ബി 9. ഓക്കെ, നെക്സ്റ്റ് ഈസ് 4. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരിക? ഇവിടെ താഴത്തുനിന്ന് ഇങ്ങനെയോ എഴുതാം, മേലിൽ നിന്ന് ഇങ്ങനെ എഴുതാം.
അപ്പോൾ യുവർ ആൻസർ വിൽ ബി 4 9 3 2 3. ഓക്കെ, ഒരു സാമ്പിളും കൂടി ചെയ്യാൻ വേണമെങ്കിൽ ദാറ്റ് ഈസ് 3 5 2 മൾട്ടിപ്ലൈ ബൈ 1 2 1. ഇപ്പോൾ നോക്കിയേ 2 1s are, first is 2 1s are, that is 2, then 2 into 2 plus 5 into 1, that is equal to 2 2s are 4, 5 1s are 5, so 4 plus 5 is 9. Next step എന്താണ്? 2 into 1 plus 3 into 1 plus 5 into 2. അപ്പോൾ 2 1s are 2, 3 1s are 3, 5 2s are 10. ഇനി ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 10 plus 3 13 plus 2 is 15. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? 5 into 1 plus 3 into 2. So 5 1s are 5 plus 3 2s are 6, that is 11. 6 plus 5 is 11. Last step is 3 into 1, that is 3. ഇപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് വന്നു അല്ലേ? 2 ഡിജിറ്റ് വന്നപ്പോൾ നമ്മൾ 5 മാത്രം എടുക്കുക, 1നെ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. സോ ദിസ് വിൽ ബി 11 plus 1, that is 12. അപ്പോൾ ഇവിടെയും 2 ഡിജിറ്റ് വന്നു, അപ്പോൾ ഇവിടെ 2 മാത്രം എടുക്കുക, ഈ 1നെ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. സോ ദിസ് വിൽ ബിക്കം 3 plus 1, that is 4. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരിക? 4 2 5 9 2. ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കോളൂ കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.